نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ് എല്ലാ കുടുംബങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ച് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച് കുടുംബസമേതം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ സംരംഭം അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കുടുംബജീവിതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ ഏതാനും ചില പെരുമാറ്റച്ചട്ടങ്ങളാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭൂമി എന്ന് പറയുന്നത് നിരവധി പ്രതിഭാസങ്ങളുടെ കലവറയാണ്. അതിൽപ്പെട്ട ഒന്ന് ഭൂലോകത്തുള്ള എല്ലാം കുടുംബത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ആണും പെണ്ണുമായാണ്, സ്ത്രീയും പുരുഷനുമായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് മനുഷ്യരിൽ മാത്രമല്ല, ഇതര ജീവജാലങ്ങളിലും അചേതന വസ്തുക്കളിലും സസ്യലതാദികളിലുമെല്ലാം ഈ പ്രത്യേക ഘടകത്തെ സ്രഷ്ടാവ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ ഈ വിഷയം അല്ലാഹു പറഞ്ഞു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അള്ളാഹു വളരെയധികം സ്തുതിക്ക് അർഹനാണ്. അതിന്റെ പല കാരണങ്ങളിൽ ഒന്ന് അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, അവനാണ് എല്ലാ ഇണകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. മിമ്മാ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങൾ മുതൽ, വമിൻ അൻഫുസിഹിം, ആ മനുഷ്യരിലും, വമിമ്മാ ലാ യഅലമൂൻ, മനുഷ്യരറിയാത്ത എല്ലാ വസ്തുക്കളിലും ഈ ഘടകങ്ങളുണ്ട്, ഇണയും തുണയുമുണ്ട്, ആണും പെണ്ണുമുണ്ട്. നാം ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി, കുടുംബമായി നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? ഭൂവാസികളെയും അചേതന വസ്തുക്കളെയും മനുഷ്യേതര ജീവികളെയും ഒക്കെ എന്തിനു വേണ്ടി അല്ലാഹു ആണും പെണ്ണുമായി, ഇണയും തുണയുമായി പടച്ചു? ഇത് മനുഷ്യരിൽ നമുക്ക് അനുഭവവേദ്യമാണ്. മൃഗങ്ങളിലും നമുക്ക് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചറിയാൻ കഴിയും. പക്ഷികളിലും പറവകളിലും ഈഴജന്തുക്കളിലും ഒക്കെ അത് നമ്മൾ കാണും. ഇതുപോലെ മരങ്ങളിൽ വരെ ഈ ഇണയും തുണയുമുണ്ട്. ഒരു തെങ്ങ് കുലച്ച് പുറത്തു ചാടിയാൽ അതിന്റെ പൂക്കുലയിൽ ആൺപൂക്കളുമുണ്ട്, പെൺപൂക്കളുമുണ്ട്. ആൺപൂവിന്റെ പൊടി പെൺപൂവിൽ എത്തുമ്പോഴാണ് അത് തേങ്ങയായി മാറുന്നത്. തക്കാളിയും വെണ്ടയും മത്തനും എല്ലാം ഉണ്ടാകുന്നത് ഈ ഇണയും തുണയും ചേർന്നുകൊണ്ടാണ്.
ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രതിഭാസത്തെ അള്ളാഹു സംവിധാനിച്ചതിന്റെ പിന്നിൽ എന്താണ് രഹസ്യമെന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യരൊഴികെയുള്ള മുഴുവൻ ജീവജാലങ്ങളെയും അചേതന വസ്തുക്കളെയും ആണും പെണ്ണുമായി പടച്ചതിന്റെ, കുടുംബമായി സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ഏക ലക്ഷ്യം അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ അവയുടെ സന്താന പരമ്പരയെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ തീന്മേശയിൽ കോഴി മാംസം വേണം. അതുകൊണ്ട് കോഴികൾ കുറ്റിയേറ്റുപോകാൻ പാടില്ല. അവരുടെ സന്താന പരമ്പര നിലനിർത്താൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒരാസൂത്രിത സംവിധാനമാണ് അവയിൽ ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടത്. ആടും ഇതര ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. അതിന്റെ പരമ്പര നിലനിർത്താനുള്ള വ്യവസ്ഥാപിതമായ പ്രജനനത്തിനുള്ള മാർഗമാണ് ഈ രീതിയിൽ ആണും പെണ്ണുമായി പടക്കപ്പെട്ടതിലൂടെ അള്ളാഹു സാക്ഷാത്കരിച്ചു തരുന്നത്. എന്നാൽ മനുഷ്യരായ നമ്മെ എന്തിനു അള്ളാഹു ഇണയും തുണയുമായി സൃഷ്ടിച്ചു? ഇതര ജീവികൾക്കും അചേതന വസ്തുക്കൾക്കും ഒക്കെ ഉള്ള പ്രത്യുൽപാദനം എന്നത് നമുക്കും ഒരു ലക്ഷ്യമാണ്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യ പരമ്പര ഇവിടെ നിലനിൽക്കണം. അതോടൊപ്പം തന്നെ അവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേക ലക്ഷ്യം മനുഷ്യരായ നമ്മെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വിഷയമാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങൾക്ക് വേണ്ട ഇണകളെ നിങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. ആണ് അവകാശപ്പെടാം. ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകളുടെയും പിതാക്കൾ ഞങ്ങൾ പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് പറയാം ഞങ്ങളെ ഭർത്താക്കന്മാരുൾപ്പെടെയുള്ള മുഴുവൻ പുരുഷന്മാരെയും ഞങ്ങൾ സ്ത്രീകൾ പ്രസവിച്ചവരാണ്. ആണിന് വേണ്ട ഇണയെയും പെണ്ണിന് വേണ്ട ഇണയെയും അവരിൽ നിന്നു തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. എന്തിനു വേണ്ടി ഈ ഇണയെയും തുണയെയും പടച്ചു? അല്ലാഹു പറയുന്നു ലിതസ്കുനൂ ഇലൈഹാ. ആ ഇണയിലേക്ക് നിങ്ങൾ ശാന്തി തേടി ചെല്ലാൻ വേണ്ടിയാണ്, സമാധാനം തേടി ചെല്ലാൻ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യരെ കുടുംബമായി സൃഷ്ടിക്കപ്പെട്ടതിന്റെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഇതര ജീവികൾക്ക് ഇല്ലാത്ത ലക്ഷ്യം സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമാണ്. ഇത് എന്തുകൊണ്ട് ഇതര ജീവികൾക്ക് അല്ലാഹു പറഞ്ഞില്ല? പറയാതിരിക്കാൻ കാരണം അവരൊക്കെ എപ്പോഴും സമാധാനത്തോടെ കഴിയുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അശാന്തി, അസ്വസ്ഥത എന്നൊന്നുമില്ല. എന്താണ് കാരണം? അവരെല്ലാം സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുകയാണ്. അവരുടെ ജീവിതത്തിന് നിയമക്കുരുക്കുകളോ വിലക്കുകളോ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഇല്ല. ഒരു കാക്കക്ക് കൂടുകെട്ടണമെങ്കിൽ ആ കൂടുകെട്ടാൻ ഉപയോഗപ്പെടുത്തുന്ന തെങ്ങ് കാക്ക വില കൊടുത്ത് വാങ്ങിയതാകണമെന്നില്ല. ഒരു മനുഷ്യൻ ഒരു രാത്രി അന്തരി ഉറങ്ങണമെങ്കിൽ ഏതെങ്കിലും പീഡികത്തിണ്ണയിലോ അന്യന്റെ ഓലായിലോ കയറി നമുക്ക് ഉറങ്ങാൻ പാടില്ല. മനുഷ്യർക്ക് അതിൽ നിയമമുണ്ട്. കാക്കകൾക്ക് കല്യാണത്തിന് വരാൻ അവരെ വിളിച്ചുകൊള്ളണമെന്നില്ല. അവര് ഏത് കല്യാണത്തിനും അവർക്ക് കടന്നു വരാം. ഒരു മനുഷ്യന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അവന് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അനുവദിക്കപ്പെട്ട നിയമത്തിലൂടെ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ആലയിൽ കെട്ടിയിട്ട പശു, അതിന്റെ കുട്ടി വളർന്നു വലുതാകാൻ അത് കണ്ട് ഒരിക്കലും ആ പശുവിനൊരു ബേജാറില്ല. എന്റെ കുട്ടി വളർന്നു വലുതായല്ലോ, അവളെ കെട്ടിക്കണ്ടേ, അവൾക്കൊരു മൂരിക്കുട്ടനെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിച്ച് നമ്മുടെ പശു ദുഃഖിക്കുന്നില്ല. മനുഷ്യരങ്ങനല്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അതിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപാടുപെടുകയും കഷ്ടപ്പെടുകയുമാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ആത്മഹത്യ ചെയ്യുന്ന ഏകവിഭാഗമായി മനുഷ്യരെ നമ്മൾ കാണുന്നു. ഇവിടെയാണ് മനുഷ്യന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ,
അവന്റെ പ്രാരാബ്ദങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ഇറക്കി വെക്കാനും ഒരത്താണി വേണം. അള്ളാഹു പറയുന്നു, ലിതസ്കുനൂ ഇലൈഹാ, അതിനുവേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ് നിങ്ങളുടെ ഇണകളെ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാൻ, അത് ഇറക്കി വെക്കാനുമുള്ള സമാധാന കേന്ദ്രമാണ് അവളുടെ ഭർത്താവ്. ജീവിതത്തിൽ ഏറ്റവും അധികം ഭാരം ചുമക്കുന്ന പുരുഷൻ അയാളുടെ ദുഃഖങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യാനുള്ള സമാധാനത്തിന്റെ തുരുത്താണ് തന്റെ ഇണ. ആ രീതിയിൽ പരസ്പര ശാന്തിയും സ്വസ്ഥതയും സമാധാനവും കൊടുക്കുക എന്നതാണ് കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അടിവരയിട്ട് മനസ്സിലാക്കുക, കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം സമാധാനത്തോടെയും ശാന്തിയോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു വകുപ്പുണ്ടാകുക എന്നതാണ്. സന്താനോൽപാദനവും അതുപോലുള്ള മറ്റു ജീവികൾക്കുള്ള ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ളതോടുകൂടി മനുഷ്യരുടെ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ ഒരു സമ്പൂർണ്ണ സംതൃപ്ത ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ എന്താണ് മാർഗം എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. അള്ളാഹുവിന്റെ മതത്തിൽ എല്ലാ വിഷയത്തിനും നിയമങ്ങളുണ്ട്, പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളും നിയമങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. അതിലൊന്നാമത്തേത്, നാം ഇണകളെയും തുണകളെയും തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. സമൂഹത്തിന്റെ അംഗീകാരവും ശ്രദ്ധയും അവരുടെ എല്ലാ നിലക്കുള്ള പിന്തുണയോടുകൂടെ ആയിരിക്കണം കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇണകളെ തെരഞ്ഞെടുക്കുന്നതിന്റെ മുന്നോടിയായി ഓരോരുത്തർക്കും തന്റെ ഇഷ്ടവും തന്റെ സന്തോഷവും പരിഗണിക്കാനുള്ള നിയമം നിർദ്ദേശങ്ങളും പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നും ഇസ്ലാം നിർദ്ദേശിച്ചു തന്നു. ആ നിർദ്ദേശമനുസരിച്ച് ഇണകളെ തേടി ഒരു പുരുഷൻ അവളെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ആ കണ്ട് പരസ്പരം പൊരുത്തപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടായിരിക്കണം കുടുംബജീവിതത്തിന്റെ തുടക്കം. അവിടെ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, പുരുഷൻ ഇങ്ങനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന, കാണാൻ പോകുന്ന പെൺകുട്ടി അവൾ ഇപ്പോൾ വേറെ ഒരാളുടെ വിവാഹത്തിൽ ഉള്ളവളാകാൻ പാടില്ല. അവളെ തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കെട്ടാന്നുള്ളത് ഇപ്പം പോയി കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണാണെങ്കിൽ അവൾ ഇദ്ദ തീരുന്നതിന് മുമ്പ് വിവാഹ അന്വേഷണമോ കാണാൻ പോകലോ പാടില്ല. അതേ രീതിയിൽ കാണാൻ പോകണമെങ്കിൽ മറ്റൊരു നിബന്ധന, പോകുന്ന വ്യക്തി ഞാൻ ഏതായാലും വിവാഹിതനാകാൻ ഉറച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കരുതിയതിന് ശേഷമല്ലാതെ പോയി നോക്കുക, പറ്റെങ്കിൽ കെട്ട, അല്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കണ്ട, ഈ രീതിയിൽ കാണാൻ പോകാൻ പാടില്ല. പോകുന്നവൻ മനസ്സിലാദ്യം ഉറപ്പിക്കണം, ഞാൻ ഏതായിരുന്നാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പോകാത്ത ചില ആളുകളുണ്ട്. അവരിങ്ങനെ പല സ്ഥലങ്ങളിലും ചെന്ന് പോയി നോക്കി പലതും കുടിച്ച് തിരിച്ചു വരലാണ്. അവര് കൊല്ലങ്ങളോളം ഈ പെണ്ണ് കാണുക എന്നുള്ള പരിപാടി ഒരു തൊഴിലാക്കിയ ആളുകളാണ്. അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത് രണ്ടു കൂട്ടരുടെയും സമ്മതത്തോടെയും സമുദായത്തിന്റെയും മനുഷ്യ വിഭാഗത്തിന്റെയും അംഗീകാരത്തോടുകൂടെയുള്ള വിവാഹം, ആ വിവാഹത്തിൽ തന്നെ അല്ലാഹുവിന്റെ എല്ലാ നിലക്കുള്ള തൗഫീഖും പിന്തുണയും ലഭിക്കണമെങ്കിൽ പടച്ച തമ്പുരാൻ നിർദ്ദേശിച്ച കാര്യങ്ങളല്ലാത്ത ഒന്നും നമ്മുടെ വിവാഹ ചടങ്ങുകളിലേക്ക് വരാൻ പാടില്ല. ഇന്ന് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പലതരത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും കല്യാണത്തിന്റെ പേരിൽ നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാകുന്ന വിവാഹം എന്ന് പറയുന്നത് പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളോട് കൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അതിന്റെ ആ വേണ്ടാത്ത ആ സ്വഭാവത്തോടെ നമ്മൾ ആരംഭിച്ചതുകൊണ്ട് അതിൻ്റെതായ കെടുതികൾ ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കും. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കുക. ഒന്നാമതായി, കല്യാണത്തിന് പണ്ഡിതന്മാര് പറയുന്നത് വെള്ളിയാഴ്ച, അതാണ് നിക്കാഹിന് ഏറ്റവും നല്ല ദിവസം. ഏറ്റവും നല്ല മാസം ശവ്വാല് മാസമാണ്.
നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തലാണ്. അങ്ങനെ നിക്കാഹ് നടത്തി ഒരു സദ്യ വലീമത്ത് കല്യാണത്തിന്റെ പേരിൽ കൊടുക്കുക, അതൊക്കെ നമ്മളെ കുടുംബജീവിതം സന്തോഷകരമായി മാറാൻ വേണ്ടിയുള്ള ഒരു സ്വതക്കയാണ്. ആ സ്വതക്ക അതിന്റെ ശരിയായ അർത്ഥത്തിലുള്ള സുന്നത്ത് ലഭിക്കണമെങ്കിൽ ഇവരുടെ ശാരീരിക ബന്ധങ്ങൾക്കും ശേഷം കൊടുക്കുമ്പോഴാണ് സമ്പൂർണ്ണ അർത്ഥത്തിൽ വലീമത്തിന്റെ പ്രതിഫലം കിട്ടുക. ഇനി അതിന്റെ അസുലു സുന്നത്തെങ്കിലും ലഭിക്കണമെങ്കിൽ നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ സദ്യ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സദ്യയിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും പാവങ്ങളായിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. പണക്കാരെ മാത്രം വിളിച്ച് കാറും ലോറിയുമുള്ളവരെ വിളിച്ച് ബ്ലോക്കും മറ്റും സൃഷ്ടിച്ച് അഹങ്കാരത്തിന്റെ സ്വഭാവത്തോടെ നമ്മുടെ കല്യാണം നടക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശർറു ത്വആമി ത്വആമുൽ വലീമ, ഏറ്റവും മോശപ്പെട്ട ആഹാരം അത് കല്യാണത്തിന്റെ ഭക്ഷണമാണ്. എങ്ങനെയുള്ള കല്യാണം? യുദ്ആ ഇലൈഹൽ അനിയാഉ ദൂനൽ ഫുഖറാ, ആ സദ്യയിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് പണക്കാരെയാണ്, പാവപ്പെട്ടവരെ വിളിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ ലക്ഷ്യവും നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. പാവപ്പെട്ട ധാരാളം ആളുകൾക്ക് ആഹാരം കൊടുത്ത് അതിന്റെ ബർക്കത്തോടുകൂടി സന്തോഷകരമായ കുടുംബജീവിതത്തിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി മുതൽക്ക് തന്നെ വളരെയേറെ ശ്രദ്ധയോടുകൂടെയും വളരെയേറെ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടുമായിരിക്കണം നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട ആദ്യ രാത്രിയിൽ തന്നെ ഉള്ള പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. രണ്ടുപേരും വുളൂ ചെയ്തുകൊണ്ടായിരിക്കണം ആദ്യമായി കണ്ടുമുട്ടുന്ന സമയത്ത് അവരറയിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് എല്ലാ രാത്രിയിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ പ്രവേശിക്കുന്ന ആ സമയത്ത് ആദ്യമായി പുരുഷൻ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? ഇന്ന് വളരെയേറെ പൊടിപ്പും തൊങ്കലും വെച്ച പലയാതി കഥകളും ആദ്യ രാത്രിയെക്കുറിച്ച് സമൂഹത്തിൽ നമുക്ക് കേൾക്കാനുണ്ട്. എന്നാൽ വിശുദ്ധ ഇസ്ലാം സന്തോഷദായകമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഈ പ്രഥമ സംഗമത്തിൽ ശീലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് പറയുന്നു, ആദ്യമായി പുരുഷൻ സ്ത്രീയുടെ മൂർധാവിൽ കൈവെക്കുക, തലയിൽ കൈവച്ചതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പ്രാർത്ഥന നടത്തുക. അതിനുശേഷം ഇനി പറയുന്ന ദുആ ചൊല്ലിക്കൊണ്ടായിരിക്കണം ആദ്യത്തെ പരസ്പര കൂടിച്ചേരൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജബല്ലത അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബല്ലത അലൈഹി. പടച്ചവനെ, ഈ സഹോദരി, ഈ സ്ത്രീയുടെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അവളെ പ്രകൃതിയിലൂട്ടപ്പെട്ട നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഏതൊരു സ്ത്രീയിലും അള്ളാഹു പല നന്മകളും വെച്ചിട്ടുണ്ടാവും. ആ നന്മ ചില ആളുകളുടെ സമീപത്ത് അത് വിളയും, അതുകൊണ്ട് നമുക്ക് ഗുണവുണ്ടാവും. ചില ആളുകളുടെ മുമ്പിലെത്തിയാൽ ആ നന്മ പുറത്തിയാടുക. ചില വിദ്യാർത്ഥികൾ അങ്ങനെ, ചില അധ്യാപകന്മാരുടെയും ഉസ്താദുമാരുടെയും മുന്നിലെത്തിയാൽ അവരുടെ കഴിവുകളൊക്കെ പുറത്തിയാടുക. അതുപോലെ ഈ സ്ത്രീയിൽ നീ നിക്ഷേപിച്ച നന്മകൾ നീ എനിക്കു തരണം പടച്ചവനെ എന്ന് ആദ്യമായി ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബല്ലത അലൈഹി, ഈ സ്ത്രീയുടെ എന്തെങ്കിലും തിന്മ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ആ സ്ത്രീയുടെ പ്രകൃതിയിലൂട്ടപ്പെട്ട തിന്മയിൽ നിന്നും നിന്നോട് അഭയം തേടുന്നു എന്ന് തലയിൽ കൈവച്ച് ദുആ ചെയ്യുക. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുസല്ലി റക്അത്തൈനി, ഇനി ആദ്യമായി ആ വീട്ടിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക ആ റൂമിൽ വെച്ച്. ഇന്ന് പലരും ചെയ്യുന്നത് പോലെ എലിയെ കണ്ട പൂച്ച ചാടുന്നത് പോലെയല്ല, വളരെ ശാന്തമായ, വളരെ സന്തോഷകരമായ, സമാധാനപൂർണമായ ഒരു സംഗമമാണ്. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തന്റെ ഭാര്യയോട് തന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കുക. അങ്ങനെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ 2 റക്അത്ത് നിസ്കാരവും നിർവഹിച്ചുകൊണ്ടാണ് ഇവരുടെ ആദ്യ രാത്രിയുടെ തുടക്കമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫഇന്നല്ലാഹ ജാഇലുൻ ഫിൽ ബൈത്തി ഖൈറാ, അവരുടെ ആ അറയിൽ അല്ലാഹു നന്മ ആക്കി കൊടുക്കും. അങ്ങനെ ഊറ്റിപ്പോകാത്ത സന്തോഷകരമായ
ആദ്യ രാത്രിയോടുകൂടെയാണ് നമ്മുടെ കുടുംബജീവിതം ഉണ്ടാകേണ്ടത്. ഇനി സന്തോഷകരമായ കുടുംബജീവിതം നിലനിൽക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും അവരുടെ പരസ്പര ബാധ്യതയും അവരുടെ കടപ്പാടുകളും മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആഴവും പരപ്പും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഉപമ ഖുർആനിൽ അവതരിപ്പിച്ചത് കാണാം. അല്ലാഹു പറയുന്നു, വഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ആ ഭാര്യമാർ നിങ്ങളുടെ വസ്ത്രങ്ങളാകും, നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാകും. നമ്മൾ സാധാരണ പരസ്പര ബന്ധങ്ങളെയും സ്നേഹത്തെയും ഒക്കെ ഉപമിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറയാറുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ സ്കൂൾ പിരിയാൻ നേരത്ത് പറയും, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് കുടുക്കില്ലാത്ത കുപ്പായം പോലെയാണെന്നൊക്കെ പറയാറ്. എന്നാൽ ഇതുപോലെ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ അള്ളാഹു ഉപമിക്കുകയാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട്. വാഹനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞില്ല, സ്ത്രീ നിന്റെ വാഹനമാണ്, നീ അവളുടെയും വാഹനമാണ്. ഭക്ഷണമില്ലാതെ ഒരു ദിവസവും നമുക്ക് കഴിച്ചുകൂട്ടാൻ കഴിയില്ല, പക്ഷെ അതിനെയും അള്ളാഹു ഉപമിച്ചില്ല. ഭാര്യമാർ നിങ്ങളുടെ ആഹാരങ്ങളാകുന്നു, നിങ്ങൾ അവരുടെയും ആഹാരമാണ്. അങ്ങനെയും ഈ ബന്ധത്തെ അള്ളാഹു ഉപമിച്ചില്ല. വസ്ത്രം, അതിനോടാണ് അള്ളാഹു ഉപമിക്കുന്നത്, വീടിനോട് ഉപമിച്ചില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായ പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിനോടൊന്നും ഉപമിക്കാതെ നിന്റെ ഭാര്യ നിന്റെ വസ്ത്രം പോലെയാണ്, നീ അവൾക്കും വസ്ത്രം പോലെയാണ്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? പ്രിയപ്പെട്ടവരെ, നാം ജനിക്കുന്നത് വിവസ്ത്രരായാണെങ്കിലും ജനിച്ച ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഉമ്മ അതാ തുണി പൊതിയുകയായി, വസ്ത്രം ധരിപ്പിക്കുകയായി. ഇനി ഈ വസ്ത്രം മനുഷ്യനുമായി വേർപെടുന്നില്ല. ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉണ്ണുമ്പോഴും എല്ലാ സമയത്തും നമ്മളെ ശരീരത്തിൽ വസ്ത്രമുണ്ട്. മാത്രമല്ല, വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് മറ്റൊരു വസ്തുവിനെ പോലെയല്ല. അത് ശരീരമാകെ വാരിപ്പുണർന്ന് ചുറ്റിപ്പിണഞ്ഞാണ് അത് കിടക്കുന്നത്. മാത്രമല്ല, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവന്റെ സമ്പാദ്യവും ഇണയും തുണയും എല്ലാം അവനുമായി വേർപെടുമ്പോഴും ഖബറിലേക്ക് അവന്റെ കൂടെ പോകുന്ന വസ്തു അത് സൗബ് മാത്രമോ ലിബാസ് മാത്രമാണ്, വസ്ത്രം മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഭാര്യമാർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാകുന്നു. ഇതുപോലെ മനുഷ്യനുമായി ബന്ധപ്പെട്ട വേറെ ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്രയും ആഴമേറിയ വളരെയധികം പരപ്പുള്ള ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. ആ ബന്ധം മെച്ചപ്പെടാൻ കുടുംബജീവിതത്തിൽ അതെങ്ങനെ ഉപയോഗിക്കണം, അതിൽ രണ്ട് വിഭാഗത്തിന്റെയും ദൗത്യവും ബാധ്യതയും എന്താണ് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായി, സന്തോഷകരമായ കുടുംബജീവിതത്തിന് ഒരു നല്ല നേതൃത്വം വേണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് ആർക്കും അംഗീകരിക്കാവുന്ന ഒരു പൊതു തത്വമാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പലതരത്തിലുള്ള സംഘടനകളുണ്ട്. SYS ആകട്ടെ, SSF ആകട്ടെ, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ മതസംഘടനകളാകട്ടെ, പള്ളി കമ്മിറ്റി ആവട്ടെ, അമ്പല കമ്മിറ്റി ആവട്ടെ, അവിടെ ഒക്കെ അതാ ഒരു കൂട്ടു സംരംഭമാണ്. ആ കൂട്ടു സംരംഭങ്ങൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ 9, 11, 15 മെമ്പർമാരെ ആദ്യം തിരഞ്ഞെടുക്കുന്നു. ആ മെമ്പർമാർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള അധികാരങ്ങളല്ല നമ്മൾ കൊടുക്കുന്നത്. മറിച്ച് ഒരാൾ പ്രസിഡന്റായി, അയാളുടെ അധികാരം ബാക്കിയുള്ളവർക്കില്ല. വേറെ ഒരാൾ ജനറൽ സെക്രട്ടറിയാണ്, അയാളുടെ അധികാരവും ബാക്കിയുള്ളവർക്കില്ല. അപ്പോൾ മറ്റുള്ളവർ ഇവരുടെ നിർദ്ദേശവും ഇവരുടെ നേതൃത്വവും അംഗീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കുടുംബം എന്ന് പറയുന്ന കൂട്ടു സംരംഭത്തിനും ഇസ്ലാം പറയുന്നു ഇതേപോലെ ഒരു നേതൃത്വം വേണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് നമ്മളെ ത്രിതല പഞ്ചായത്തിലുണ്ട്, അതുപോലെ തന്നെ നിയമസഭയിലുണ്ട്, പാർലമെന്റിലുണ്ട്, ലോകസഭയിലുണ്ട്. അവിടെയൊക്കെ ഒരാള് പ്രധാനമന്ത്രി, ഒരാള് മുഖ്യമന്ത്രി, ഒരാള് ജനറൽ സെക്രട്ടറി. ഈ തോതിൽ ഒരു നേതൃത്വമുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ സിദ്ധാന്തം ഏതൊരു കൂട്ടു സംരംഭത്തിനും ഇത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിനും ഒരു നേതാവ് വേണം.
ഇത് പറയുമ്പോഴാണ് ഇസ്ലാം ആധുനിക ഫെമിനിസ്റ്റുകളുമായി നേരിയ തോതിലൊരു ഉരസൽ നടത്തേണ്ടി വരുന്നത്. അവര് പറയുന്നു അങ്ങനെ ഒരു നേതൃത്വം കുടുംബത്തിൽ ഒരാൾക്ക് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, സമ്പൂർണ്ണ സ്ത്രീ പുരുഷ സമത്വമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവർ ഈ ലോകത്തെ കുറിച്ചൊന്നും പഠിക്കാത്തവരും ചിന്തിക്കാത്തവരുമാണ്. ഏത് കൂട്ടുസംരംഭങ്ങളുണ്ടോ അവിടെയൊക്കെ നേതൃത്വമുണ്ട്. ഇനി ആ കുടുംബത്തിന്റെ നേതൃത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ അതും വ്യക്തമായി പഠിപ്പിക്കുന്നു. അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർ, അർരിജാൽ ആണുങ്ങൾ, ഖവ്വാമൂന അലന്നിസാ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാകുന്നു. എന്താണ് അതിന്റെ കാരണം? സ്വാഭാവികമായ ഒരു ചോദ്യം വരും. നാട് ഏതായാലും ഭരിക്കുന്നത് ആണുങ്ങളല്ലേ, എന്നാൽ വീടും കുടുംബവും ഭരിക്കേണ്ട ബാധ്യത അത് സ്ത്രീയെ ഏൽപ്പിച്ചുകൂടെ, അതിന് സ്ത്രീക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. അവിടെയാണ് അല്ലാഹു കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്മാരെ ഈ നേതൃപദവിയിലേക്ക് അവരോധിച്ചത്? ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഒന്നാമത്തെ കാരണം സ്ത്രീകൾക്കില്ലാത്ത നേതൃപരമായ ധാരാളം യോഗ്യതകൾ, കഴിവുകൾ അല്ലാഹു ആണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്താണ് ആ കഴിവുകൾ? ഒരുപാട് കഴിവുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബം എന്ന് പറയുന്ന ഈ കൂട്ടുസംരംഭത്തെ അവരെ തീറ്റിപ്പോറ്റി സംരക്ഷിച്ചു നടത്തണം. കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നയാള് അത് ചുമക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ അതിനെന്തു വേണം? കുടുംബത്തിന് വേണ്ടിയുള്ള വരുമാനമുണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്യണം, ജോലിക്ക് പോകണം, അതിന് കായികക്ഷമത വേണം, ആരോഗ്യം വേണം. ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തി കുടുംബത്തിന് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ട തുകകളൊക്കെ സമ്പാദിക്കുന്നവൻ അവനല്ലേ യഥാർത്ഥത്തിൽ കുടുംബത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? തീർച്ചയായുമാണ്. അതിനാവശ്യമായ കഴിവ് അള്ളാഹു ആർക്ക് കൊടുത്തു? ആർക്കാണ് അള്ളാഹു കൂടുതൽ ആരോഗ്യം കൊടുത്തത്? ഒരു സ്ത്രീക്കും സംശയം ഉണ്ടാവില്ല, അത് പുരുഷന് തന്നെയാണ്. പ്രത്യേകിച്ച് ഭർത്താവിനോട് അടി കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ ഉറപ്പാണ് എന്തായാലും ആരോഗ്യം മൂപ്പർക്കാണ്. ആർക്കും തർക്കമല്ല. നിങ്ങൾ നോക്ക്, ആ വിഷയത്തിൽ ഇന്ന് തർക്കമില്ലാത്തത് കൊണ്ടല്ലേ പുരുഷന്റെ ഒപ്പമെത്താൻ എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന പാശ്ചാത്യ നാടുകളിൽ പോലും കായിക മത്സരങ്ങളിൽ ആണും പെണ്ണും പരസ്പരം ഏറ്റുമുട്ടുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് ക്രിക്കറ്റ് ആവട്ടെ, ബാസ്കറ്റ് ബോൾ ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, ഗുസ്തി ആവട്ടെ, അവിടെ പെണ്ണും പെണ്ണും ഏറ്റുമുട്ടുക, ആണും വേറെ ഏറ്റുമുട്ടുക. എന്തുകൊണ്ട്? ആണിന്റെ കൂടെ ഓടാൻ പെണ്ണ് വരുന്നില്ല, ആണിന്റെ കൂടെ ചാടാൻ വരുന്നില്ല, ആണിന്റെ കൂടെ ക്രിക്കറ്റിനും ഫുട്ബോളിനും വരുന്നില്ല. ലോകത്തിനറിയാം തുല്യര് തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത്, ആണും പെണ്ണും തുല്യരല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ആരോഗ്യം അള്ളാഹു കൊടുത്തിട്ടുള്ളത് പുരുഷന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ പടച്ചറബ് പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലന്നിസാ, കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാകുന്നു. ഇനി രണ്ടാമത്തേത് ബുദ്ധിയാണ്. ബുദ്ധി സ്ത്രീകളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് പുരുഷന്മാർ. അത് പക്ഷേ സ്ത്രീകൾ സമ്മതിച്ചുകൊള്ളണം എന്നില്ല. അവര് പറയും, ആരോഗ്യം വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വകവെച്ചു തരാം, ബുദ്ധിയുടെ വിഷയത്തിൽ ഞങ്ങളാണ്. പക്ഷെ അവിടെ ഒരക്ഷരവും കൂടി കൂട്ടിക്കൊടുത്ത് കുബുദ്ധി സ്ത്രീകൾക്കാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ചിന്തിക്കുക, ഇത് വെറുതെ പറയുന്നതല്ല. അപ്പൊ സ്ത്രീകൾ നമ്മളോട് പറയും, പഴയ കാലത്തൊക്കെ SSLC പരീക്ഷ കഴിഞ്ഞാൽ പത്രങ്ങളിൽ വരാറുള്ള റിസൾട്ട് റാങ്കുകളെല്ലാം പെൺകുട്ടികൾ തൂത്തുവാരി എന്നല്ലേ, എന്നാൽ എന്തേ അവിടെ ആണുങ്ങൾ വിജയിക്കാതിരുന്നത് എന്ന് അവർ ചോദിക്കും. ഇതിന് മറുപടി പറയണം. എന്താണ് മറുപടി? അവിടെ സ്ത്രീകൾ വിജയിക്കുന്നത് അവര് പെണ്ണായതുകൊണ്ടാണ്. പലപ്പോഴും വിജയത്തിന്റെ കാരണം ബുദ്ധി മാത്രമല്ല. പ്രത്യേകിച്ച് SSLC പോലുള്ള പരീക്ഷകളെ ബുദ്ധി അളക്കാനുള്ള മാനദണ്ഡമായി പിടിച്ചുകൂടാ. കാരണം അവിടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ച വിഷയങ്ങൾ, നോട്ടിൽ കൊടുത്ത വിഷയങ്ങളിലാണ് അധികവും പരീക്ഷ നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ബുദ്ധിയുടെ അളവുകോല് ധൈഷണിക ശേഷിയാണ്, പുതിയ വിഷയങ്ങളെ കണ്ടെത്താനുള്ള ചിന്താശക്തിയാണ്. അത് SSLC പോലുള്ള പരീക്ഷകളിൽ ഉപയോഗപ്പെടുന്നില്ല. എന്നാൽ എന്താ പിന്നെ ആ പരീക്ഷയിൽ ആണുങ്ങൾ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല? അതിന്റെ മറുപടി, അത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഭാഗമാണ്. പെൺകുട്ടികൾ ആണുങ്ങളെക്കാൾ കൂടുതൽ നാണമുള്ളവരാണ്.
പേടിയുള്ളവരാണ്, ഭയമുള്ളവരാണ്. ആണുങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ പരീക്ഷയെക്കുറിച്ച് അതിന്റെ ഗൗരവത്തോടെ കാണാറില്ല. ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, എന്താ തോൽക്കാനുള്ള കാരണം? അത് ആത്മവിശ്വാസം കൂടിപ്പോയതാണ്, ധൈര്യം കൂടിയാണ്ട് ചിലപ്പോൾ ഒരു തോൽവി. ആ തോൽവിയാണ് ഇവിടെ പുരുഷന്മാർ തോൽക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പദ്യം പഠിക്കണം, അത് അധ്യാപകൻ നല്ല ഈണത്തിൽ ചൊല്ലിക്കൊടുത്തു. പക്ഷേ കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ ആ പദ്യം അങ്ങനെ അങ്ങ് കേറൂല. അപ്പോ അവസാനം അദ്ദേഹം ഭീഷണി മുഴക്കി, നാളെ വരുമ്പം ഈ 20 വരി പദ്യം നിന്ന് ചൊല്ലിത്തന്നില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് 101 തവണ ഏത്തമിടിക്കുന്ന പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സ് പ്രതികരിക്കുന്നത് രണ്ട് രീതിയിലാണ്. പെൺകുട്ടി ചിന്തിക്കുകയാണ്, പടച്ചോനെ നാളെ ആൺകുട്ടികളെ മുന്നിൽ വെച്ച് അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് അധ്യാപകനും കുട്ടികളും ഒക്കെ നോക്കി നിൽക്കെ 101 തവണ ഏത്തമിടാൻ എന്നെ കൊണ്ടാവൂല. ഇവള് നേരെ വീട്ടിൽ ചെന്ന് അതാ പുസ്തകം തുറന്നു വെച്ച് ചൊല്ലാൻ തുടങ്ങി. രാത്രി 12 മണി വരെ ഇരുന്ന് പാടി 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 അവസാനം ആ പദ്യവള് പഠിച്ചു. പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാവുന്നത് ആ പദ്യ, അത് പൂരിപ്പിച്ചു, അവള് റാങ്ക് വാങ്ങി. അതേ സമയത്ത് ഇതേ വെല്ലുവിളിയും ഭീഷണിയും കേട്ട ആൺകുട്ടിയുടെ മനസ്സെങ്ങനെ പ്രതികരിച്ചത്? അവൻ പ്രതികരിച്ചു, എന്തൊരു 101 ഏത്തം. ഈ ഉള്ളവന് 9ാം ക്ലാസ്സിൽ നിന്ന് 10ലേക്ക് കയറിയത് തന്നെ 1001 ഏത്തിട്ടിട്ടാണ്. ഇനി 101 ഏത്തൊന്നും ഇവിടെ പ്രശ്നമല്ല എന്നും പറഞ്ഞ് കെട്ടുവന്നു മട്ടലും എടുത്ത് അവൻ നേരെ പാടത്തേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോയി. പരീക്ഷയ്ക്ക് ഈ പദ്യം പൂരിപ്പിക്കാൻ വന്നു. അവനത് കേട്ട ഒരു ഓർമ്മ പോലുമില്ല, അവൻ പരാജയപ്പെട്ടു. ഇതാണ് SSLC പോലുള്ള പരീക്ഷയിലെ ആണുങ്ങളെ പരാജയത്തിന് കാരണം. എന്നാൽ നിങ്ങൾ നോക്കൂ, അതിനേക്കാൾ ബുദ്ധി ഉപയോഗിക്കേണ്ട വലിയ പരീക്ഷകൾ വരുമ്പോൾ അവിടെ ആൺകുട്ടികളെ പോലെയുള്ള കുതിപ്പ് പെൺകുട്ടികളെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. അതിന്റെ പുറമെ നേരത്തെ നമ്മൾ പറഞ്ഞു, ബുദ്ധിയുടെ അളവുകോല് ധൈഷണിക ശേഷിയാണ്, പുതിയ കാര്യങ്ങളെ കണ്ടെത്താനുള്ള ആലോചനാ ശേഷിയാണ്. അത് ഉപയോഗപ്പെടുത്തിയാണ് ലോകത്ത് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുള്ളത്. തീപ്പെട്ടി മുതൽ ഇന്റർനെറ്റ് വരെയുള്ള സംവിധാനങ്ങൾ ലോകത്ത് മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. 10,000-കണക്കിന് വിഷയങ്ങളിൽ കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഗവേഷണ കണ്ടെത്തലുകളിൽ ആരുടെ ബുദ്ധിയാണ് കൂടുതൽ ഇവിടെ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും, 95% ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും പുരുഷന്മാരെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. അല്ലാഹു വെറുതെ പറയില്ല, ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. സ്ത്രീകൾക്കില്ലാത്ത നിരവധി കഴിവുകൾ അല്ലാഹു ആണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തിന്റെ നേതൃത്വവും ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാകുന്നു. ഇതിനു പുറമെ ഒരു നിയന്ത്രണ ശേഷി, അതാണല്ലോ കുടുംബത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് അല്ലാഹു കൊടുത്തത്. നമ്മൾ സാധാരണ വീട്ടിൽ കാണാറുണ്ട്, ഉമ്മ മകനെ വിളിക്കാം, മോനെ സുലൈമാനെ കടാ 10 ഉറുപ്പിക മീൻ വാങ്ങടാ എന്ന് പറഞ്ഞാൽ എന്തേക്ക് സുലൈമാന്റെ മറുപടി, പ്ലീസ് ഉമ്മ ഒരു 5 ഓവർ ഏറിയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു. അതേ സമയത്ത് വാപ്പയാണ് വിളിക്കുന്നത്, ഡാ സുലൈമാൻ. അല്ലാഹ്, സുലൈമാൻ അത് ഒറ്റ വരവാൻ, ക്യാച്ച് പിടിക്കാൻ വരുന്ന സ്പീഡിലാണ്. അവനതാ 10 ഉറുപ്പിയും വാങ്ങിയിട്ട് ഓടുന്നു, മത്തിയായിട്ട് തിരിച്ചിങ്ങോട്ട് പായുന്നു. പിന്നെ ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും വാങ്ങണോ വാപ്പ? എന്തൊരാവേശം! വാപ്പ വിളിക്കുമ്പോഴുള്ള അനുസരണം ഉമ്മ വിളിക്കുമ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ട്? പുരുഷന്റെ അത്ര നിയന്ത്രണശേഷി സ്ത്രീക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യവും ബുദ്ധിയും ധൈര്യവും സ്ഥൈര്യവും നിയന്ത്രണശേഷിയുമുള്ള പുരുഷൻ അവനാണ് വീടിന്റെയും കുടുംബത്തിന്റെയും നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. ഇത് ബുദ്ധിപരമായ ശാസ്ത്രീയമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കുക, ആ നിലക്ക് പുരുഷൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സ്ത്രീകൾ വിചാരിക്കും ഈ കഴിവുകളൊക്കെ ആണുങ്ങൾക്ക് അല്ലാഹു കൊടുത്തു, പിന്നെ പെണ്ണുങ്ങൾ അപ്പൊ ആകെ ഒന്നിനും കൊള്ളാത്തവരാണ്, ബുദ്ധിയില്ല, ആരോഗ്യമില്ല, നിയന്ത്രണശേഷിയുമില്ല, ഞങ്ങളെ പിന്നെ ഒന്നിനും പറ്റൂലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ആണുങ്ങൾക്ക് ഇല്ലാത്ത കുറെ കഴിവുകൾ സ്ത്രീകൾക്ക് അല്ലാഹു തന്നിട്ടുണ്ട്, നമുക്കത് പറയാം. എന്നാൽ പുരുഷനെ അല്ലാഹു ഏൽപ്പിച്ച ഈ കാര്യം അവൻ ഭംഗിയായി നിർവഹിച്ചിരിക്കണം. അതൊരിക്കലും സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് തട്ടിയെടുക്കാനോ പുരുഷന്മാർ ഈ വലിയ ഭാരം താങ്ങാൻ കെൽപ്പില്ലാത്ത സ്ത്രീകളുടെ തലയിൽ ഇട്ടുകൊടുക്കാനോ പാടില്ല. അങ്ങനെ ഏതെങ്കിലും കുടുംബം വളരുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ
ഒരു വീടിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതാണ് ആ വീട്? ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. വീടുകളിൽ ഏറ്റവും ദുഷിച്ച വീട്, നിന്യത അനുഭവപ്പെടുന്ന വീട്, അത് ചിലന്തികളുടെ കൂടുകളാകുന്നു എന്ന് പറഞ്ഞു നിർത്താതെ അള്ളാഹു ഉടനെ പറയുന്നു ലൗ കാനൂ യഅലമൂൻ. ജനങ്ങൾ കാര്യങ്ങളെ കാര്യകാരണ സഹിതം പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ ബലക്കുറവ് എന്ന നിന്യതയ്ക്ക് പുറമെ ചില പ്രത്യേകമായ നിന്യത ഈ ചിലന്തികളുടെ വീടുകളിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ചിലന്തികളുടെ ലോകത്തെക്കുറിച്ച് വ്യാപക പഠനം നടത്തിയിട്ടുണ്ട്. അത്ഭുതകരമാണ് അവരുടെ ജീവിത സംവിധാനങ്ങൾ. 1000-ഓളം ജാതിയും ഉപജാതിയുമുള്ള ചിലന്തി വർഗത്തിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു വർഗം. അതിന്റെ സ്വഭാവം എന്താ? അതിലെ ആണുവർഗം വളരെ ചെറുതാണ്, പെണ്ണാണെങ്കിൽ വലിയ തടിച്ച സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ എപ്പോഴും പേടിച്ചിട്ടാണ് ഈ ആൺചിലന്തി നടക്കുക. വളരെ വലിയ പേടിയാണ്. ഓള് നോക്കിയാ ഇവന് ബേജാറാണ്. മാത്രല്ല, ഇവരുടെ സന്താനോൽപാദന പ്രക്രിയ പോലും ഈ ഭാര്യ ശ്രദ്ധിക്കാതിരിക്കുമ്പോ ഒപ്പിച്ചെടുക്കലാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ചിലന്തി മുട്ടയിട്ട് ഒരു പെട്ടിയിലാക്കി കുറച്ചു ദിവസം കൊണ്ടുനടക്കും. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺചിലന്തി ആദ്യമായി ചെയ്യുന്ന പ്രവൃത്തി എന്താണത്രേ? തന്റെ മക്കളുടെ പിതാവും സ്വന്തം ഭർത്താവുമായ ആൺചിലന്തിയെ കൊന്നുകളയുന്നു. പിന്നെ കുടുംബത്തിന്റെയും മക്കളുടെയും കുടിലിന്റെയും സമ്പൂർണ്ണ നേതൃത്വം ഈ പെൺചിലന്തി ഏറ്റെടുക്കുന്നു. ഇതുകൊണ്ടുകൂടിയാണ് അത്ര പടച്ചിറപ്പ് പറഞ്ഞത്, ഇതാ ഏറ്റവും നിന്ദ്യമായ കുടില് അത് ചിലന്തിയുടെ കൂടുകളാകുന്നു. ലൗ കാനൂ യഅലമൂൻ. ജനങ്ങൾ കാര്യം പഠിക്കുകയാണെങ്കിൽ അപ്പോൾ പുരുഷന്മാർ അവർ ഈ ബാധ്യത ഏറ്റെടുക്കും. മനുഷ്യരിൽ നമ്മൾ ഇത് കാണാറുണ്ട്. ചില കുട്ടികളൊക്കെ അങ്ങാടിയിൽ ഇറങ്ങി ഹറാം വെറുപ്പ് കാണിക്കുമ്പോ പ്രായം ചെന്നവര് പറയും അതങ്ങനെ ഉണ്ടാവും, അവിടെ അവളാണ് ആണുമുപ്പത്തി, ഓള് പറയും പോലെയാണ് കുട്ടികളൊക്കെ നടക്കുക, അതുകൊണ്ട് അങ്ങനെ വളഞ്ഞ വഴിക്കേ വരൂ. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായി നേതൃശേഷിയുള്ള പുരുഷനെ ആ ബാധ്യത ഏൽപ്പിക്കണം. പുരുഷൻ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും താൻ അറിയാതെ കുടുംബത്തിന്റെ വിഷയങ്ങൾ നടക്കാൻ പാടില്ല. ഭാര്യ എവിടെ പോണം, മക്കളെ എന്തു പഠിപ്പിക്കണം, അവരെന്തു ചെയ്യുന്നു, ഇതൊക്കെ വിദേശത്ത് നിന്ന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പുരുഷൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. എല്ലാം സ്ത്രീയെ ഏൽപ്പിച്ച് അതിനു വേണ്ട കാശ് മാത്രം അയച്ചു കൊടുത്ത് കുട്ടികളെയും ഭാര്യയെയും അവരെങ്ങനെ ചരിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, കാണുന്നു, വായിക്കുന്നു, ചിന്തിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം ഏറ്റെടുത്താൽ സംതൃപ്ത കുടുംബജീവിതം ഉണ്ടാവൂല. ആ കാര്യം പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. ഇനി എന്താണ് പുരുഷൻ നേതാവായി എന്നൊക്കെ പറഞ്ഞപ്പോ ആണുങ്ങൾ ഇങ്ങനെ ഉഷാറാകുക, ഇനി ഞാൻ പറഞ്ഞ അങ്ങ് കേട്ടോളുള്ളൂ, ഇനി ഞാനാണ് വലിയ ആള് എന്നൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവും. പക്ഷേ അള്ളാഹു പറഞ്ഞത് ഖവ്വാമൂൻ, കൈകാര്യകർത്താക്കൾ എന്നാണ്. നിയമം നിർമ്മിക്കാനോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം പുരുഷന് കൊടുത്തിട്ടില്ല. അതേ സമയത്ത് കുടുംബത്തിന് അള്ളാഹു വെച്ച നിയമം നടപ്പിലാക്കേണ്ട ബാധ്യത സ്ത്രീയെ അപേക്ഷിച്ച് ഇവന് കൂടുതൽ കരുത്തും കഴിവും കൊടുത്തതുകൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് മാത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ കുടുംബത്തിന് ആവശ്യമായുള്ള ഭക്ഷണവും മറ്റുള്ള സംഗതികളുമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഈ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി പടച്ച റബ്ബ് പറയുന്നു, വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ഒന്നാമത്തെ ബാധ്യത വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. കുടുംബത്തിന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും അതാണ് ഭർത്താവ് എന്ന നിലക്ക് ഒന്നാമത്തെ ബാധ്യത. അതിൽ ഭക്ഷണം കൊടുക്കണം. അതിന് ചാർട്ടുകൾ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി മേൽത്തട്ടിലുള്ളവർ, ഇടത്തട്ടുകാര്, താഴെത്തട്ടുകാര്, ഇവർക്കൊക്കെ പ്രത്യേകമായി ഭക്ഷണത്തിന്റെ അളവ് നിശ്ചയിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ പതിവനുസരിച്ചുള്ള അതിലേക്കുള്ള കൂട്ടാനുകൾ വേണം, കറി വേണം. അതോടൊപ്പം തന്നെ മാംസാഹാരം ആ നാട്ടിൽ എങ്ങനെയാണോ ശീലം അതിനനുസരിച്ച് അത് വേണം. ആഴ്ചയിൽ ഒരിക്കലാണ് മാംസം ഉള്ളതെങ്കിൽ, കഴിക്കാറുള്ളതെങ്കിൽ ആ ദിവസം മാംസം എത്തിച്ചു കൊടുക്കണം. അതേ രീതിയിൽ 6 മാസത്തിലൊരിക്കൽ പുതിയ ഉടയാടകൾ വാങ്ങിക്കൊടുക്കണം. തണുപ്പ് കാലത്തേക്ക് യോജിച്ചത്, ചൂടുകാലത്തേക്ക് യോജിച്ചത്, ഇതെല്ലാം വേണം. അതേ രീതിയിൽ ഇരിക്കാൻ, തന്റെ ഭാര്യയ്ക്ക് ഇരിക്കാൻ ആവശ്യമായത് വേണം, ഉറങ്ങാൻ ആവശ്യമായ കട്ടില് വേണം, അതിന്റെ മേലെ ബെഡ്, തലയണ, ഇങ്ങനെ തുടങ്ങി ആഹാരം പാകം ചെയ്യാൻ ആവശ്യമായ അടുപ്പും ഗ്യാസും വിറകും പാത്രവും വെള്ളവും, എന്തിനധികം അത്യാവശ്യ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം പുരുഷന്റെ ബാധ്യതയാണ്. അവളെ വീട്ടിൽ സാധാരണ വേലക്കാരുള്ള വീടാണെങ്കിൽ അവൻ ഭാര്യയ്ക്ക് വേണ്ടി വേലക്കാരികളെയും ഒരുക്കി കൊടുക്കണം. ഈ രീതിയിൽ കുടുംബത്തിന്റെ ബാധ്യത മുഴുവനും ഏറ്റെടുക്കണം പുരുഷൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവരുടെ സാമ്പത്തികമായ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും പുരുഷന്റെ ചുമലിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഫാ ബിൽ മർഇ ഇസ്മാ അൻ യുളയ്യ മൻ യഖൂത്. ഒരു മനുഷ്യന് കുറ്റങ്ങളുടെ വലിയ കെട്ടുവേണോ, അവൻ വേറെ തെമ്മാടിത്തങ്ങളൊന്നും ചെയ്തു കൊള്ളണമെന്നില്ല. കുടുംബത്തിന് അവൻ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവൻ പിന്നാക്കം പോയാൽ പരലോകത്ത് അവന് വലിയ കുറ്റങ്ങളുടെ കെട്ടു ഉണ്ടാകണമെങ്കിൽ അതുമാത്രം മതി, വേറെ തെറ്റ് ചെയ്യണമെന്നില്ല. ഗൗരവമുള്ള വിഷയമാണ്. ചില ആളുകളുണ്ട്, കല്യാണം കഴിഞ്ഞ് 10-15 കൊല്ലമായിട്ടും കിഴക്കും വടക്കും നടക്കുകയാണ്. അയാൾ ഇന്നുവരെ ഈ മക്കൾക്ക് അന്തി ഉറങ്ങാൻ ഒരു കൂരയുണ്ടാക്കാനുള്ള 5 സെന്റ് സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങാടിയിലിറങ്ങി അവൻ എന്നും പൊറാട്ടയും ഇറച്ചിയൊക്കെ കഴിക്കും. മാസത്തിലൊരിക്കൽ പോലും വീട്ടിലേക്ക് മക്കൾക്ക് വേണ്ടി മാംസാഹാരം എത്തിച്ചു കൊടുക്കാറില്ല. അവന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി വല്ലാതെ പരിശ്രമിക്കും. കുടുംബം രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിൽ ആ കുട്ടികളെപ്പോലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇത് പടച്ചറബിന്റെ മുമ്പിൽ വലിയ കുറ്റമാണെന്ന ബോധത്തോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റി കൊടുക്കുകയും വേണം. അതേ സമയത്ത് തന്നെ ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ സാമ്പത്തികമായ ബാധ്യത നമ്മളിവിടെ സൂചിപ്പിച്ചു. അതിനേക്കാളേറെ ഏറ്റവും ഭർത്താവ് എന്ന നിലക്ക് ഒരു ഭാര്യ തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നേരത്തെ വിശുദ്ധ ഖുർആൻ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമായി എടുത്തു പറഞ്ഞ വിഷയമാണത്. ലിതസ്കുനൂ ഇലൈഹാ, നിന്നിലേക്ക് ഭാര്യയും കടന്നു വരുന്നത് സമാധാനം തേടിയാണ്, സ്വസ്ഥതയും സന്തോഷവും ആഗ്രഹിച്ചാണ്. അത് നൽകാൻ കഴിയുന്ന സ്വഭാവത്തോടെയുള്ള പെരുമാറ്റമാണ് ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലക്ക് നമ്മളിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ആഹാരം അത് അവൾക്ക് വാപ്പയുണ്ടെങ്കിൽ അവരും കൊടുക്കും, ആങ്ങളമാരുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കും, വസ്ത്രവും ആഭരണവും ഒക്കെ. അതുപോലെ വീടും ഒരു പക്ഷെ അവരുണ്ടാക്കി കൊടുത്തേക്കാം. എന്നാൽ ഇനി അവരില്ലെങ്കിൽ അവരെ കുടുംബക്കാർ കൊടുക്കും, ഇല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും കൊടുക്കും. എന്നാൽ ഇവർക്കാർക്കും കൊടുക്കാൻ കഴിയാത്ത മനസ്സറിഞ്ഞുള്ള സ്നേഹം, ഭർത്താവ് എന്ന നിലക്കുള്ള സ്നേഹം, അതാണ് ഒരു ഭാര്യ ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൊടുക്കുന്നിടത്താണ് ഭർത്താവിന്റെ വിജയമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീകും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ ആരാണെന്നറിയുമോ? ഖിയാറുക്കും ലിഅഹ്ലീകും, നിങ്ങളെ കുടുംബത്തോട് ഏറ്റവും മാനമായി പെരുമാറുന്നവനാണ്. കുടുംബത്തോട് മാനമായി പെരുമാറും. നമ്മളൊക്കെ നാട്ടില് പൊതുയോഗം നടക്കുമ്പോഴൊക്കെ ചില ആളുകളൊക്കെ അധ്യക്ഷനാക്കും, ഉദ്ഘാടകനാക്കും. അയാൾക്ക് വേണ്ടി നമ്മൾ സ്വാഗതം പറയും. ഇദ്ദേഹമാണ് ഈ നാടിന്റെ നെടുന്തൂണ്, അദ്ദേഹം ഇല്ലെങ്കിൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ മഹാനാന്ന് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളുടെ മാന്യത അളക്കാൻ അതാരോടാണ് അന്വേഷിക്കേണ്ടത്? അയാളെ വീട്ടിൽ പോയിട്ട് പാത്തുമ്മത്താത്തനോട് ചോദിക്കണം. അല്ല പാത്തുമ്മത്താത്ത, എങ്ങനെയുണ്ട് നിങ്ങളെ കുഞ്ഞവറാനാജി? പാത്തുമ്മത്താത്ത പൊട്ടിത്തെറിക്കാൻ, നിങ്ങൾക്ക് വലിയ പ്രസിഡന്റ് ആയിരിക്കും, ഖജാൻജി ആയിരിക്കും,
ആ പുലിക്കോടന്റെ അടുത്ത് ഞാനായിട്ടാകുമ്പോ 10-35 കൊല്ലായി നിന്ന് പോയിരുന്നത്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ എന്നോ നാട് വിട്ട് ഇറങ്ങിപ്പോവും. ഇതാണ് ഭാര്യയുടെ മറുപടി എങ്കിൽ നമ്മൾ നാട്ടിലെ ഏത് സ്ഥാനക്കാരനായിട്ടും കാര്യമില്ല, നമ്മൾ മാന്യനല്ല. അതേ സമയത്തതാ നബി സുത്താത്ത പറയുന്നു, ഓ എന്റെ കുഞ്ഞമ്മതാ, പഠിച്ചോനെ അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഒരിക്കലും ഞാൻ അർഹയല്ല. അല്ലാഹു തആല എനിക്ക് തന്ന നിഅമത്ത്, എന്തൊരു നല്ല മനുഷ്യനാണ്, തൊള്ളെ കയ്യിട്ടാ കടിക്കൂലെന്ന്. ഈ ശൈലിയിലാണ് ഭാര്യ ഭർത്താവിനെ വർണ്ണിക്കുന്നതെങ്കിൽ ആ ഭർത്താവ് യഥാർത്ഥ ഭർത്താവാണ്. ആ രീതിയിൽ ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കണം. സയ്യിദുൽ വറാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിതാ എന്തൊരു നല്ല ഭർത്താവായിരുന്നു. ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞൊരു ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ കുടുംബത്തോട് പെരുമാറിയത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരു ഭാര്യമാരെ കൊണ്ട് തന്നെ എന്തൊക്കെ കുഴപ്പങ്ങളാണ്. ഒരേ സമയത്ത് 9 ഭാര്യമാർക്ക് തുല്യ അളവിൽ സ്നേഹം കൊടുത്ത നേതാവ്. അത്രയും ഭാര്യമാരെ നബി തങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചത് തന്നെ എന്റെ ജീവിതമാണ്, എന്റെ സന്ദേശം എന്ന് പറയുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിച്ച് വിവിധ സ്വഭാവക്കാരികളോട് എങ്ങനെ പെരുമാറണമെന്ന് പ്രായോഗികമായി ഈ ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടത് നബി തങ്ങളാണല്ലോ. അതുകൂടി പ്രവാചകന്റെ ബഹുഭാര്യത്വത്തിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പെരുമാറിയ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്നൊരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ താമസിക്കാൻ വരുന്ന ദിവസമാണ്. തൊട്ടടുത്ത റൂമിൽ വേറെ ഒരു ഭാര്യയും കുടുംബവും ഉണ്ട്. ആ ഭാര്യ അന്ന് അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു പായസം ഉണ്ടാക്കി. നബി തങ്ങളാകട്ടെ അന്ന് കൂടേണ്ടത് എന്റെ റൂമിലുമാണ്. ആ ദിവസം അതാ ഒരു വേലക്കാരൻ പയ്യന്റെ കയ്യിൽ അള്ളാന്റെ ഹബീബിന് വേണ്ടി ഒരു ഗ്ലാസിൽ ആ ഭാര്യ അതാ പായസം കൊടുത്തു വിടുന്നു. സുബ്ഹാനല്ലാഹ്, എനിക്ക് സഹിച്ചില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇന്ന് നബി തങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കേണ്ട ദിവസല്ലേ, ഇന്ന് നബി തങ്ങൾക്ക് എന്താ കൊടുക്കണ്ടേ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, അവൾക്ക് അവളെ വീട്ടിൽ ചെല്ലുമ്പം കൊടുത്താ പോരെ. ഈ ഒരു ചിന്ത വന്നു എന്ന് മാത്രമല്ല, പായസവുമായി വന്ന കുട്ടിയുടെ കൈക്കൊരു തട്ടു കൊടുക്കുന്നു. പായസത്തിന്റെ പാത്രം നിലത്ത് വീണ് ചിന്നിച്ചിതറുന്നു. ഇവിടെ ഞാൻ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ? ഏറ്റവും ചുരുങ്ങി നമ്മളെ നിയമസഭയിൽ എടുക്കുന്ന അവസാനത്തെ അടവുണ്ടല്ലോ, ഇറങ്ങിപ്പോയിട്ട് മറ്റേ ഭാര്യന്റെ വീട്ടിൽ പോയി കൂടുക. ഇന്നേതായാലും എന്റെ കൂടെ അല്ല എന്നെങ്കിലും പറയാം. അല്ലെങ്കിൽ ഒരു ചെറിയ ബദറോ ഉഹദോ നടത്തിയിട്ട് കുറച്ച് ചോര ഒഴുക്കും. ഇതൊന്നും ചെയ്യാതെ അതാ സ്നേഹത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തിരുന്നു കൊണ്ട് ചിന്നിച്ചെതറിയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ അതാ കയ്യിലേക്ക് അടുക്കി വെക്കുന്നു. അവിടെ അതാ പരന്നു കിടക്കുന്ന പായസം തിരുനബി വടിച്ചെടുക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം പോലും പള്ളിയിലേക്ക് സാധാരണ കേൾക്കാറില്ല. പക്ഷേ ഇന്നൊരു പാത്രം വീണുടഞ്ഞ ഒച്ച കേട്ട് പള്ളിയിൽ നിന്ന് സ്വഹാബത്ത് അതാ തിരുനബി തങ്ങളെ റൂമിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ആ സ്വഹാബാക്കളെ നോക്കി അള്ളാന്റെ ഹബീബ് പറയുന്നു, സ്വഹാബാ ഉമ്മുക്കും, നിങ്ങളെ ഉമ്മ ഇന്ന് ചെറിയ ദേഷ്യമുള്ള ഒരു ദിവസമായിരുന്നു. കുറ്റപ്പെടുത്തിയൊന്നുമില്ല, വളരെ സന്തോഷകരമായ ശൈലിയിൽ അവിടുന്ന് പറഞ്ഞു, നിങ്ങളെ ഉമ്മാക്ക് ഇന്ന് ചെറിയൊരു ദേഷ്യമുള്ള ദിവസം, അങ്ങനെ ചെറുങ്ങനെ സംഭവിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നബിതങ്ങൾ എന്നെ വൃത്തിയാക്കാൻ. ഇത് കണ്ടപ്പോ ആയിഷ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. നബിതങ്ങളോട് ചോദിച്ചു, നബിയേ സംഭവിച്ചു പോയ തെറ്റാണ്, ഇതിനെന്താണ് ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? അള്ളാന്റെ ഹബീബ് പറയുന്നു, നീ പൊട്ടിച്ചതിനു പകരം അതുപോലത്തെ ഒരു പാത്രം വാങ്ങി മറ്റേ ഭാര്യക്ക് കൊടുക്കുക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനും അതുപോലെ ഭാര്യമാരിൽ നിന്ന് വല്ലപ്പോഴും സംഭവിക്കുന്ന ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളെയും എങ്ങനെ നേരിടണമെന്നുമാണ് അള്ളാന്റെ ഹബീബ് ഇവിടെ കാണിച്ചു തരുന്നത്. ഭാര്യമാരെ തല്ലുകയും ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് അവളെ വാപ്പയെയും തറവാടിനെയും ഉമ്മയെയും ചീത്ത വിളിക്കുന്നവരുണ്ട്. ആ രീതിയിൽ ഭാര്യമാരോട് വെറുപ്പോടുകൂടെ പെരുമാറുന്നവർ നല്ല മാന്യന്മാരല്ല. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ കുടുംബത്തോട് മാനമായി പെരുമാറുന്നവനാകുന്നു. അതോടൊപ്പം തന്നെ
ഭർത്താവ് എന്ന നിലക്ക് ഭാര്യക്ക് സന്തോഷം കൊടുക്കാൻ ഭർത്താവ് എപ്പോഴും ശാരീരിക ശുദ്ധിയും വൃത്തിയും കാത്തു സൂക്ഷിക്കണം. മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നിങ്ങൾ പറയുന്നു, ഇന്നി അതസയ്യനു ലിംറഅതി കമാ തതസയ്യനു ലീ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചമഞ്ഞൊരുങ്ങാറുണ്ട്, ഏതുപോലെ കമാ തതസയ്യനു ലീ, അവൾ എനിക്ക് വേണ്ടി ഒരുങ്ങാറുള്ളത് പോലെ. ഇന്ന് സ്വന്തം ഭർത്താവ് ഒരുങ്ങലില്ല, ഭാര്യ ഒരുങ്ങലില്ല, ഭാര്യ ഭർത്താവിന് വേണ്ടി ഒരുങ്ങാറില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങാറില്ല. പക്ഷെ രണ്ടാളും ഒരുങ്ങാറുണ്ട്. ഭാര്യ ഒരുങ്ങാറുള്ളത് എന്തിനാ? ഷോപ്പിങ്ങിന് പോകാൻ, കല്യാണത്തിന് പോകാൻ, മറ്റുള്ളവർ കാണാൻ. അതുപോലെ ഭർത്താവ് ഒരുങ്ങാറുണ്ട്, നല്ല കുപ്പായം മുങ്ങിയ ഫാൻഡെല്ലിട്ട് ഉഷാറായിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. തിരിച്ചു വന്ന് നാട്ടിൽ ബസ് ഇറങ്ങിയാൽ കുപ്പായത്തിന്റെ കുടുക്ക് കഴിക്കും, വീട്ടിന്റെ മുറ്റിലെത്തിയാൽ കുപ്പായം കഴിക്കും, വീട്ടിൽ കയറിയാൽ പാന്റും കഴിക്കും, പിന്നെ തെങ്ങുമ്പോ കയറുന്നൊരു യൂണിഫോമാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഭാര്യമാർക്ക് ഒരാഗ്രഹം ഉണ്ടാവും, ഭർത്താവ് നല്ല ഉടയാടകളൊക്കെ ധരിച്ച് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ. അതിന് നമ്മളും സൗകര്യം ചെയ്തു കൊടുക്കണം. അതാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്, ഇന്ത്യയിലെ അത്തസയ്യനുലിംറാത്തി, ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചമഞ്ഞൊരുങ്ങാറുണ്ട്. അതാ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഭരണകാലം ഒരു ഉമ്മ, ഒരു സഹോദരി തന്റെ ഭർത്താവിനെയും കൂട്ടി വരുന്നു. ഭർത്താവിന്റെ രൂപമേതാണ്? അയാള് മുടിയൊക്കെ ചടപിടിച്ച് 4 ഭാഗത്തേക്ക് മുടി തൂങ്ങിക്കിടക്കുന്നു. അദ്ദേഹത്തിന്റെ നഖം നീണ്ടിട്ടുണ്ട്, താടിയും മീശയും ഒക്കെ അനിയന്ത്രിതമായി വളർന്നു, ശരീരത്തിൽ ആകെ ചേറ് പിടിച്ച് ഉടയാടകപ്പൊള്ളുകളൊക്കെ പൊടി പുരണ്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ച് ഭാര്യ പറഞ്ഞു, ഖലീഫ, ഇദ്ദേഹവും ഞാനും എങ്ങനെ മുന്നോട്ട് പോകും? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ തന്ത്രപരമായി ചെറുപ്പക്കാരനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, നിന്റെ ഭാര്യ നല്ല ഉടയാടകളൊക്കെ ധരിച്ച് നിന്റെ മുമ്പിൽ കാണപ്പെടൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, പിന്നല്ലാതെ, അതല്ലേ നമ്മൾ ആഗ്രഹം. അപ്പം ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്നാൽ നിന്റെ ഭാര്യ ഒരു മനുഷ്യൻ തന്നെയല്ലേ, അവൾക്കും ഉണ്ടാകൂല ഈ ആഗ്രഹം, അതുകൊണ്ട് ഒന്ന് മാറണം. ഉടനെ ഒരു ശുരകനെ വിളിച്ച് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനെ മുടിവെട്ടാൻ പറഞ്ഞു. താടിയുമൊക്കെ ഒന്ന് നന്നാക്കി, പുതിയ തുണിയും കുപ്പായും ഉടയാടയും ധരിപ്പിച്ച് അരമണിക്കൂർ കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ ചെറുപ്പക്കാരനെയും കൂട്ടിയതാ പരാതിയുമായി വന്ന സ്ത്രീയുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആ സ്ത്രീയുടെ കൈ പോയി ചെറുപ്പക്കാരൻ പിടിക്കുകയാണ്. സ്ത്രീ അവിടെ വെച്ച് ചോദിക്കുന്നു, അല്ല മനുഷ്യ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളെ മുന്നിൽ വെച്ചാണോ നിങ്ങളെന്താ അന്യസ്ത്രീയുടെ കൈ പിടിക്കുന്നത്? കന്നഹാലം തഅരിഫു, എന്താണ് അങ്ങനെ ചോദിക്കാണ്ടായ കാരണം? ഈ പെണ്ണ് ആളപ്പം തിരിച്ചറിയുന്നില്ല. നേരത്തെ കൊണ്ടുവന്ന ആളല്ല, ഇയാൾ ആകെ കുടിച്ച് കുട്ടപ്പനായി പുതിയ ആളായി വരിക. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആളാകെ മാറിപ്പോയിട്ടുണ്ടല്ലോ. അവൾ അത്ഭുതത്തോടെ പെട്ടെന്ന് അന്യപുരുഷനാണെന്ന് കരുതി പിന്മാറി. ഒന്നും കൂടെ നോക്കിയപ്പോ അല്ലല്ല, ഇത് നമ്മൾ കൊണ്ടുവന്ന സാധനം തന്നെയാണല്ലോ. കേസ് പിൻവലിച്ച് ആ മഹദി തന്റെ ഭർത്താവിനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിന് ശേഷം മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുത്ത നിസ്കാരം കഴിഞ്ഞ ഉടനെ മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബാക്കൾക്ക് ഭാര്യമാരോട് പെരുമാറേണ്ട പെരുമാറ്റച്ചട്ടങ്ങളും അവരെ മുമ്പിൽ പാലിക്കേണ്ട വൃത്തിയും ശുദ്ധിയുമെല്ലാം വിവരിച്ചൊരു ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭർത്താവിന്റെ നല്ല സ്വഭാവങ്ങൾ, ആ സ്വസ്ഥതയും സമാധാനവും കൊടുക്കാൻ കഴിയണം. ചില ചെറുപ്പക്കാരുണ്ട്, കല്യാണം കഴിച്ച് ആകെ 1-2 മാസം നാട്ടിൽ നിന്ന് വിദേശത്ത് കയറിയതാണ്. അവിടെ എത്തിയപ്പോഴാണ് വീട്ടുകാരുടെ ചില കുത്തുവാക്കും കത്തെഴുത്തും ഒക്കെ കിട്ടുന്നത്. കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും റിപ്പോർട്ടുകൾ കിട്ടുമ്പോ പിന്നെ അതാ ഈ ചങ്ങാതി ഒരു ഫോൺ പോലും ചെയ്യാതെ വർഷങ്ങളോളം കയറില്ലാതെ ഒരു പെൺകുട്ടിയെ കണ്ണീർ കഴത്തിൽ ആഴ്ത്തി മുക്കി കൊന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പെൺകുട്ടി നിന്റെ കൂടെ വന്നത് എന്തിനാ? ലിതസ്കുനു ഇലൈഹാ, നിന്റെ സാന്നിധ്യം ഏതായാലും ഇപ്പോഴില്ല. എന്നാൽ സന്തോഷത്തിന്റെ ഒരു വാക്ക് പറഞ്ഞുകൂടെ? സന്തോഷത്തിന്റെ ഒരു കത്തെഴുതിക്കൂടെ? അതുപോലും കൊടുക്കാതെ, വർഷങ്ങളോളം കത്തെഴുതാതെ, ഫോൺ വിളിക്കാതെ ഈ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നവരില്ലേ? അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, മറക്കരുത്. ഭാര്യമാർക്ക് കൊടുക്കേണ്ട സ്നേഹം അതാണ് കുടുംബ ജീവിതത്തിൽ നിന്ന് അവരേറ്റവും അധികം ആഗ്രഹിക്കുന്നത്.
ആ രീതിയിൽ സമ്പൂർണ്ണ സ്നേഹം കൊടുക്കുന്ന നല്ല ഭർത്താക്കന്മാരാവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത് പറയുന്നു, ഇനി സ്ത്രീ ഭാര്യ എന്ന നിലക്ക് അവൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നേരത്തെ പുരുഷനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അവർക്ക് അള്ളാഹു ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളോട് യോജിച്ച ബാധ്യതയും ജോലിയുമാണ് കുടുംബത്തിൽ അള്ളാഹു അവരെ ഏൽപ്പിച്ചതെങ്കിൽ, ഇനി സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗത്തിനും അള്ളാഹു ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നേരത്തെ നമ്മൾ ആണുങ്ങളെ കഴിവൊക്കെ പറഞ്ഞപ്പോ പെണ്ണുങ്ങൾക്ക് ബേജാറായല്ലോ, ഞങ്ങളെ പിന്നെ ഒന്നിനും പറ്റൂല. അല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാർക്കില്ലാത്ത ഒരുപാട് കഴിവുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹം, കാരുണ്യം, ആർദ്രത, ദുഃഖം, സങ്കടം, ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ അള്ളാഹു ഇവിടെ ഓഹരി ചെയ്തു കൊടുത്തപ്പോ ഏറ്റവും അധികം വീതം നൽകിയത് പെണ്ണുങ്ങൾക്കാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അതാണ് പറഞ്ഞത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിറച്ചു. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലാഹു സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ വീതിച്ചു കൊടുത്തപ്പോൾ ആണുങ്ങൾക്ക് കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി സ്ത്രീകൾക്ക് അല്ലാഹു സ്നേഹം കൊടുത്തിട്ടുണ്ട്, കാരുണ്യ മനസ്സ് കൊടുത്തിട്ടുണ്ട്, ആർദ്രതയും സങ്കടവും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തണലിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെ. ഒരു മനുഷ്യൻ ഏറ്റവും അധികം കാരുണ്യത്തിന്റെ തണലിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന 3 സന്ദർഭങ്ങളുണ്ട്. ഒന്ന് കുട്ടിക്കാലമാണ്. നമ്മൾ കുഞ്ഞായ കാലത്ത് നമുക്ക് സ്വയം തിരിഞ്ഞു നടക്കാൻ പോലും കഴിയില്ല. എഴുന്നേറ്റ് നിൽക്കാനും ഇരിക്കാനും ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഭാഷാജ്ഞാനം പോലും ഇല്ലാത്ത കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് മുലപ്പാല് തന്നും നമുക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചും കഷ്ടപ്പെട്ടത് സ്ത്രീകളായിരുന്നു. പുരുഷന്മാർക്ക് കഴിയില്ല. നമ്മൾ നമ്മളെ കുട്ടിയാന്നൊക്കെ പറഞ്ഞാൽ തന്നെ നല്ലോണം ചിരിക്കുകയാണെങ്കിൽ താടിക്ക് തോണ്ടി എന്തെല്ലാം മോനെ എന്ന് ചോദിക്കും. ഒന്ന് കരഞ്ഞാലോ, എന്നാ പാത്തുമ്മ എന്റെ കുട്ടീനെ എന്ന് പറഞ്ഞ് കുട്ടീനെ പാത്തുമ്മക്കാട്ട് ഏൽപ്പിച്ചു. ഒന്ന് മൂത്രമൊഴിച്ച അപ്പോഴേക്ക് നമുക്ക് അറുപ്പും വെറുപ്പുമായി. എന്നാൽ സ്വന്തം ശരീരത്തിലേക്ക് രാത്രി പൂർണ്ണമായും കാഷ്ടത്തിലും മൂത്രത്തിലും നേരം വെളുത്ത് ഉടയാടകളൊക്കെ ധരിച്ച് ഒന്ന് മാറ്റി വൃത്തിയാക്കി പുതിയത് ധരിച്ച് വന്ന് മുല കൊടുക്കാൻ നോക്കുമ്പോൾ പിന്നെയും പരിപാടി. എന്നാലും ഒരു ഉമ്മ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മമാർ നമ്മളെ പോറ്റി വളർത്തിയിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മളെ സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളെ ഖൽബിൽ അല്ലാഹു നിറച്ച സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആധിക്യമാണ്. ഇതുപോലെ പ്രായം കൂടിയാൽ അവരെ പരിചരിക്കാൻ നമുക്ക് കഴിയില്ല. സ്വന്തം മകൻ വാപ്പാക്ക് സുഖല്ല എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് എത്ര കാശ് വേണമെങ്കിലും ആകും. പക്ഷേ ആ വാപ്പ കിടക്കുന്ന റൂമിലേക്ക് കയറി വന്നപ്പം കിടക്കപ്പായിൽ കാഷ്ടിച്ചും മൂത്രിച്ചും വാപ്പ കിടക്കുന്നത് കണ്ടാൽ ആൺകുട്ടികളുടെ പുരികം വളയും, മൂക്ക് പൊത്തും. അവര് പതുക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഖദീശക്കുട്ടീനെ വിളിക്കും. അവളതാ ആ മാലിന്യം സ്വന്തം കൈകൊണ്ടെടുത്ത് വൃത്തിയാക്കും. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഇതിന് കഴിയുന്നില്ല? നമുക്ക് നമ്മുടെ മാലിന്യം പോലെ പിതാവിന്റെ മാലിന്യത്തെ കാണാൻ കഴിയാത്തത് പുരുഷരുടെ കൽബിൽ അല്ലാഹു കൊടുത്ത സ്നേഹത്തിന് അത്ര കൂടുതൽ സ്നേഹമില്ല. സ്വന്തം മാലിന്യം പോലെ പിതാവിന്റേതും മാതാവിന്റെയും സ്വന്തം മക്കളുടേതും കാണാനുള്ള വിശാലമായ മനസ്സ് സ്ത്രീക്ക് ലഭ്യമായത് എന്തുകൊണ്ടാണ്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളെ കൽബിൽ അല്ലാഹു നിറച്ച കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആധിക്യമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ആശുപത്രികളിൽ ചെന്നാൽ അവിടെ രോഗികളെ പരിചരിക്കണം. അതിൽ നഴ്സുമാരുണ്ട്. 95% നഴ്സുമാരും പെണ്ണുങ്ങളാണ്. എന്തുകൊണ്ട് ആണുങ്ങൾ അവിടെ നഴ്സായിട്ട് വെക്കുന്നില്ല? അവിടെ വെച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു മൊരവൻ സൈസാണ്. നമ്മളൊരാളെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഗെറ്റപ്പിൽ ചെല്ലുമ്പോൾ തന്നെ ഈ രോഗികൾ കുട്ടികളെ സ്വഭാവമായി അയാൾ വിളിച്ചു പറയും, എന്നെ വെക്കണ്ട എന്റെ വാപ്പനെ വെച്ചോന്ന് പറയും. നമ്മൾ നേരെ ചിലപ്പോ പെരട്ടിക്കൊന്നു കൊടുക്കും. പിന്നെ ആശുപത്രിയിൽ അടിയും കുഴപ്പവും തീരൂല. അതേ സമയത്ത് പെൺകുട്ടികൾ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നേരെ ചെന്ന് ദൂരത്തുനിന്ന് തന്നെ ചിരിച്ച് വളരെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ഇടക്ക് കുത്തുന്നതിന് മുമ്പ് ഒഴിഞ്ഞ് പിന്നെ മരുന്നുള്ളിലാക്കി അവർ തടിയെടുക്കും. അതുകൊണ്ടാണ് നഴ്സുമാര് ഏറ്റവും കൂടുതൽ എല്ലാ ആശുപത്രിയിലും
കൊടുക്കാൻ കഴിയുന്നത് പോലെ പുരുഷന് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രകൃതിയോട് യോജിച്ച ബാധ്യതകൾ കുടുംബത്തിൽ അവർക്ക് കൊടുത്തു. ഭാര്യ എന്ന നിലക്കൊരു സ്ത്രീ തന്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭവവും സ്നേഹം തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ചുമക്കുന്നത് പുരുഷന്മാരാണ്. പെണ്ണുങ്ങൾ പറയും ഞങ്ങളാണ് എല്ലാം താങ്ങേണ്ടത് സഹിക്കേണ്ടത്. പെണ്ണുങ്ങളല്ല. യഥാർത്ഥത്തിൽ എല്ലാ ഭാരവും പുരുഷന്റെ തലയിലാണ്. ഭാര്യക്കതൊക്കെ അങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞു കൊടുത്താണ്. വീട് ചോർന്നൊലിക്കുമ്പോൾ ഭാര്യ പറയും നിങ്ങളെ തുണക്കാരൊക്കെ വീട് വാർത്തു കഴിഞ്ഞ് നമ്മളെ വീട് വാർക്കണ്ടേ, ഓട് ഇടണ്ടേ? അവൾക്ക് പറഞ്ഞാൽ മതി. ആരാ ഇടേണ്ടത്? ഭർത്താവ്. മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് അവൾക്ക് വയസ്സ് 19 ഞമ്മക്ക് വയസ്സ് 19 കുട്ടിയിൽ 2 അവളെ കെട്ടിക്കണ്ടേ? ആരാ കെട്ടിക്കേണ്ടത്? ഭർത്താവാണ്. പഞ്ചസാര തീർന്നിട്ടുണ്ട്, അരി കഴിഞ്ഞിട്ടുണ്ട്, ഭർത്താവിനോട് ഭാര്യക്ക് പറഞ്ഞാൽ മതി. ആരാ എത്തിച്ചു കൊടുക്കേണ്ടത്? ഭർത്താവാണ്. ഇതിനു വേണ്ടി ഇയാൾ നെട്ടോട്ടം ഓടുന്നു. പാതിരാ നേരത്ത് എഴുന്നേറ്റ് പുഴയിലേക്ക് പോകുന്നു, കല്ലുംകോറിയിലേക്ക് പോകുന്നു, കടലിലേക്ക് പോകുന്നു, കടകളിലേക്ക് പോകുന്നു. നാട്ടിൽ നിന്ന് ഇത് നടത്തിപ്പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാകുമ്പോ വിസ സംഘടിപ്പിച്ച് കണ്ണീരോടെ വിദേശത്തേക്ക് നാടുവിടുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? തന്റെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടല്ലേ പുരുഷൻ നിർവഹിക്കുന്നത്. ആ പുരുഷൻ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ലിതസ്കുനൂ ഇലൈഹാ. അയാൾ ഭാര്യയിൽ നിന്നും സമാധാനം തേടി ഇങ്ങോട്ട് വരികയാണ്. ആ സമാധാനം തേടി ഭാര്യയിൽ നിന്ന് സാന്ത്വനം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അയാളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഒരു ഭാര്യയുടെ ഏറ്റവും നല്ല സ്വഭാവം. നിങ്ങൾ നോക്കുക, അള്ളാന്റെ ഹബീബ് അതാ നല്ല ഭാര്യ ആരാണെന്ന് പരിചയപ്പെടുത്തുന്നു. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, സ്വഹാബ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കൂടി താമസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാര്യമാരാരാണെന്ന് ഞാൻ പറയട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ അങ്ങ് പറഞ്ഞു തന്നാലും. തിരുനബി പറഞ്ഞു, അൽ വദൂദ് അൽ വലൂദ്. ഒന്നാമതായി നല്ല സ്നേഹിക്കാൻ കഴിവുള്ള പെണ്ണാണ്. സ്നേഹിക്കാൻ കഴിവുള്ള പെണ്ണാണ്. അതോടൊപ്പം തന്നെ പ്രസവിക്കാനുള്ള ശേഷി അത് ഉപയോഗപ്പെടുത്തുന്ന പെണ്ണുമാണ്. 1 or 2 പ്രസവിച്ച് ഇനി എനിക്കാവില്ലെന്ന് പറഞ്ഞ് പ്രസവിക്കാൻ മടി കാണിക്കുന്നവളല്ല. പ്രസവശേഷി ഉപയോഗപ്പെടുത്തണം. അത് കുട്ടിയുടെയും സ്വന്തം ശരീരത്തിന്റെയും ആരോഗ്യം പരിഗണിച്ച രീതിയിലുമായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഭാര്യമാർ പൂർണ്ണമായ 2 കൊല്ലക്കാലം കുട്ടിക്ക് മുല കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിന്റെ ഇടക്ക് വേറെ പാടില്ല എന്നാണല്ലോ. അതുകൊണ്ട് അവളെ ആരോഗ്യവും കുട്ടിയുടെ ആരോഗ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു കൊടുക്കുന്ന ആഫിയത്ത് ഉപയോഗപ്പെടുത്തി സന്താനോത്പാദനത്തിന് തയ്യാറാവുകയും അതേ സമയത്ത് തന്നെ അൽ വദൂദ്, ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുന്ന ഭാര്യയാണ് സ്വർഗത്തിൽ കൂടി ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ അർഹയായ ഭാര്യ. എന്നിട്ട് റസൂലുള്ളാഹി ഒരു ഉദാഹരണം തന്നെ പറയുന്നു, അല്ലത്തീ ഇൻ അസാഅത്ത് ഇലൈഹി. ഇനി ആ പെണ്ണിന്റെ ആ സ്നേഹത്തിന്റെ ചെറിയൊരു ഉദാഹരണം പറയാം. നബി തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ സ്വന്തം ഭർത്താവിനോട് അപമര്യാദയായി എന്തെങ്കിലും ഒരു ദുശ്ചെയ്തി അവളിൽ നിന്ന് വന്നുപോയാൽ, ഒരു വേണ്ടാത്ത വാക്ക് വന്നുപോയാൽ അവൾ എന്തു ചെയ്യുന്നു? അവളതാ വളഅത്ത് യദഹാ ഫീ യദിഹി, തന്റെ കൈയെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവൾ പറയുന്നു, ഇഫ്അൽ മാ ബദാലക്, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ ചെയ്തോളൂ. തല്ലണോ തല്ലാം, കൊല്ലണോ കൊല്ലാം, നുള്ളണോ നുള്ളാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ ഞാനിതാ ഒരിറക്ക് വെള്ളം പോലും കുടിക്കുകയില്ല. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടാത്ത കാലത്തോളം ഞാൻ ഒരിറക്ക് വെള്ളം കുടിക്കൂല. നിങ്ങൾ എനിക്ക് പുറത്തു തരണം. സംഭവിച്ചു പോയതാണ്, ഞാനത് പറഞ്ഞു പോയതാണ്, ചെയ്തു പോയതാണ്. ദുഃഖത്തോടെ ഭർത്താവിന്റെ മുമ്പിൽ
എല്ലാ വേദനകളും ഇറക്കി വെച്ചുകൊണ്ടതാ ഈ പെണ്ണ് നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുന്നവളാണെങ്കിൽ അതാണ് നല്ല ഭാര്യയുടെ സ്വഭാവം. അതേ സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ പിന്നെ അതിനെ ന്യായീകരിച്ച് അയിമല് കൂടി വാശിയുണ്ടാക്കി അതല്ല, അത് സംഭവിച്ച തെറ്റാണെന്ന് ഏറ്റുപറയുകയും ഭർത്താവിനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നവളാണ് നല്ല ഭാര്യ. വീണ്ടും അള്ളാന്റെ ഹബീബ് നല്ല ഭാര്യമാരുടെ സ്വഭാവം മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നു. ഇൻ അംറഹാ അതാഅതുഹു. ഇനി ആരാണ് നല്ല ഭാര്യ? ഭർത്താവ് വല്ലതും കൽപ്പിച്ചാൽ അത് അനുസരിക്കുന്നവളാണ്. ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ആരാണ് നല്ല ഭാര്യമാർ?